ഇതൊരു സാധാരണ കഥയല്ല. രണ്ട് ലോകങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു സ്ത്രീയുടെ കഥയാണിത്. വിശ്വസ്തത, മുൻവിധി, പിന്നെ അവിശ്വസനീയമായ ഒരു പരിവർത്തനം. നമുക്ക് ഈ കഥയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒന്നാലോചിച്ചു നോക്കൂ. പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളുടെ മകൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യമാരിലൊരാളായി മാറിയത്? ഇതെങ്ങനെ സംഭവിച്ചു? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് തേടുന്നത്. അപ്പൊ നമ്മുടെ കഥ തുടങ്ങുന്നത് മദീനയിലെ ഏറ്റവും ശക്തമായ ഒരു ഗോത്രത്തിൽ നിന്നാണ്. അവിടെ ഒരു രാജകുമാരിയായി ജീവിച്ച സഫിയയുടെ ആദ്യകാല ജീവിതത്തിൽ നിന്ന്. അപ്പോ ആരായിരുന്നു ഈ സഫിയ? ഒരു സാധാരണ സ്ത്രീയല്ല. അവരുടെ അച്ഛൻ ബനൂ നദീർ എന്ന ശക്തമായ ജൂതഗോത്രത്തിന്റെ തലവനായിരുന്നു. അമ്മയാകട്ടെ മറ്റൊരു പ്രബല ഗോത്രമായ ബനൂ ഖുറൈദയിൽ നിന്നും. ചുരുക്കി പറഞ്ഞാൽ കുലീനമായ പാരമ്പര്യമുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു രാജകുമാരി. തങ്ങളുടെ ഇടയിലേക്ക് ഒരു പുതിയ പ്രവാചകൻ വരുമെന്ന പ്രവചനങ്ങൾ കേട്ടായിരുന്നു അവർ വളർന്നത്. പക്ഷേ ഒരു ദിവസം വൈകുന്നേരം എല്ലാം മാറി മറിഞ്ഞു. വർഷങ്ങളായി അവർ കാത്തിരുന്ന ആ പ്രവാചകനെ, അതായത് മുഹമ്മദ് നബിയെ, സഫിയയുടെ അച്ഛനും അമ്മാവനും പോയി കണ്ടു. പക്ഷെ അവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷമായിരുന്നില്ല, മറിച്ച് പരാജയപ്പെട്ട ഒരു ഭാവമായിരുന്നു. അന്ന് രാത്രി സഫിയ കേട്ട ആ സംഭാഷണം ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. അമ്മാവൻ അച്ഛനോട് ചോദിച്ചു, അത് പ്രവാചകൻ തന്നെയാണോ? അച്ഛൻ പറഞ്ഞു, അതെ, അല്ലാഹുവാണ് സത്യം, അത് അദ്ദേഹം തന്നെയാണ്. അടുത്ത ചോദ്യം, ഇനി നമ്മൾ എന്തു ചെയ്യും എന്നായിരുന്നു. അതിന് കിട്ടിയ മറുപടി ഇതായിരുന്നു: ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ അദ്ദേഹത്തിന്റെ ശത്രുവായിരിക്കും. സത്യം തിരിച്ചറിഞ്ഞിട്ടും അതിനെതിരെ പോരാടാനായിരുന്നു അവരുടെ തീരുമാനം. ആ ഒരു തീരുമാനത്തോടെ സഫിയയുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾക്ക് തുടക്കമാവുകയായിരുന്നു. ഇതിന്റെ എല്ലാം തുടക്കം ഒരു സ്വപ്നത്തിൽ നിന്നായിരുന്നു. അവരുടെ ഭാവിയെക്കുറിച്ച് സൂചന നൽകിയ ഒരു സ്വപ്നം. അവർ കണ്ട സ്വപ്നം ഇതായിരുന്നു: ഖൈബറിലെ കോട്ടയ്ക്ക് മുകളിൽ ആകാശത്ത് ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ആ പൂർണ്ണചന്ദ്രൻ താഴേക്ക് വന്ന് നേരെ അവരുടെ മടിയിൽ വീണു. വളരെ വിചിത്രവും മനോഹരവുമായ ഒരു സ്വപ്നം, അല്ലേ? പക്ഷേ ഈ സ്വപ്നത്തെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞുപോ കിട്ടിയ മറുപടി ക്രൂരമായ ഒന്നായിരുന്നു. യദ്രിബിലെ രാജാവിനെ, അതായത് മുഹമ്മദ് നബിയെ നിനക്ക് വേണമല്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ട് അയാൾ അവരുടെ മുഖത്ത് ശക്തിയായി അടിച്ചു. ആ അടിയുടെ പാട് ഒരുപാട് കാലം അവരുടെ മുഖത്തുണ്ടായിരുന്നു. ആ സ്വപ്നം ഒരു പ്രവചനം പോലെ സത്യമായി. ഖൈബറിൽ നടന്ന യുദ്ധത്തിൽ സഫിയയുടെ അച്ഛനും ഭർത്താവും കൊല്ലപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു: കുടുംബം, വീട്, പദവി. രാജകുമാരിയായിരുന്ന സഫിയ ഒരു യുദ്ധത്തടവുകാരിയായി മാറി. ഇവിടെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. പ്രവാചകനുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയും അദ്ദേഹം മുന്നോട്ടുവെച്ച ആ അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പും. പ്രവാചകന്റെ മുന്നിൽ ഒരു യുദ്ധത്തടവുകാരിയായി നിന്നപ്പോൾ സഫിയ കാണിച്ചത് അസാമാന്യമായ ധൈര്യമായിരുന്നു. എന്റെ അച്ഛന്റെ തെറ്റുകൾക്ക് എന്നെ വിധിക്കരുത് എന്ന് പറയാനായി അവർ ഖുറാനിലെ ഒരു വചനമാണ് ഉദ്ധരിച്ചത്: ഭാരം ചുമക്കുന്ന ഒരാളും മറ്റൊരാളുടെ ഭാരം ചുമക്കുകയില്ല. സഫിയയുടെ മറുപടി കേട്ട പ്രവാചകൻ അന്നത്തെ കാലത്ത് ആരും ചിന്തിക്കാത്തൊരു തെരഞ്ഞെടുപ്പാണ് അവർക്ക് മുന്നിൽ വെച്ചത്. ഒന്നുകിൽ സ്വന്തം വിശ്വാസത്തിൽ തുടർന്ന് ഒരു സ്വതന്ത്രയായി തിരിച്ചുപോകാം, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകന്റെ ഭാര്യയായി ഒരു പുതിയ ജീവിതം തുടങ്ങാം. ആ നിമിഷം സഫിയയുടെ മറുപടി അവരുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. അവർ പറഞ്ഞു, എനിക്ക് സ്വാതന്ത്ര്യത്തേക്കാൾ പ്രിയപ്പെട്ടത് അല്ലാഹുവും അവന്റെ ദൂതനുമാണ്. അവർ തെരഞ്ഞെടുത്തത് വിശ്വാസത്തിന്റെ പുതിയ പാതയായിരുന്നു. അങ്ങനെ പ്രവാചകന്റെ ഭാര്യയായി സഫിയയുടെ പുതിയ ജീവിതം തുടങ്ങി. പക്ഷേ വെല്ലുവിളികൾ അവിടെയും തീർന്നിരുന്നില്ല. സംശയത്തിന്റെയും മുൻവിധികളുടെയും രൂപത്തിൽ പുതിയ പോരാട്ടങ്ങൾ അവരെ കാത്തിരുന്നു. വിശ്വാസികളുടെ മാതാവെന്ന വലിയ പദവി കിട്ടിയെങ്കിലും പലർക്കും അവരെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവർ വന്നത് തങ്ങളുടെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഒരു ഗോത്രത്തിൽ നിന്നാണല്ലോ. അതുകൊണ്ട് പലരും അവരെ സംശയത്തോടെയാണ് നോക്കിയിരുന്നത്. ഒരിക്കൽ പ്രവാചകന്റെ മറ്റൊരു ഭാര്യ സഫിയയെ ഒരു ജൂതന്റെ മകൾ എന്നു പറഞ്ഞ് കളിയാക്കി. ഇതറിഞ്ഞ പ്രവാചകൻ സഫിയയ്ക്ക് നൽകിയ മറുപടി ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു, നിന്റെ പിതാവ് പ്രവാചകനായ ഹാറൂൺ, നിന്റെ അമ്മാവൻ പ്രവാചകനായ മൂസ, നിന്റെ ഭർത്താവ് മുഹമ്മദ്. അവരുടെ പാരമ്പര്യത്തെ കുറ്റപ്പെടുത്തുന്നതിന് പകരം പ്രവാചകന്മാരുടെ കുലീനമായ പരമ്പരയിലാണ് അവർ വരുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവരുടെ സ്ഥാനം ഉയർത്തി. ഇവിടെയാണ് നമ്മൾ സഫിയ എന്ന വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം കാണുന്നത്. അവരുടെ പാരമ്പര്യമായിരുന്നില്ല, മറിച്ച് അവരുടെ പ്രവൃത്തികളായിരുന്നു അവരുടെ മഹത്വം നിർവചിച്ചത്.
സഫിയയുടെ ഏറ്റവും വലിയ ശക്തി എന്തായിരുന്നുവെന്ന് ചോദിച്ചാൽ അതവരുടെ സ്വർണം പോലെയുള്ള ഹൃദയമായിരുന്നു. അവരുടെ ജീവിതം തന്നെ സഹാനുഭൂതിയുടെയും ക്ഷമയുടെയും കരുണയുടെയും ഒരു വലിയ ഉദാഹരണമായി മാറി. അവരുടെ ഈ സ്വഭാവം വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല. പ്രവാചകൻ രോഗബാധിതനായി കിടന്നപ്പോൾ ആ വേദന തനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പിന്നീട് ഖലീഫ ഉസ്മാനെ ശത്രുക്കൾ വളഞ്ഞപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവർ അദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ ശ്രമിച്ചു. തന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ അടിമപ്പെൺകുട്ടിയോട് ക്ഷമിക്കുക മാത്രമല്ല, അവളെ സ്വതന്ത്രയാക്കുകയും ചെയ്തു. അവസാനം മരണക്കിടക്കയിൽ വെച്ച് തന്റെ സ്വത്തിന്റെ മൂന്നിലൊരു ഭാഗം അമുസ്ലിമായ ഒരു ബന്ധുവിന് നൽകാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ ശത്രുവിന്റെ മകൾ എന്ന നിലയിൽ നിന്ന് വിശ്വാസികളുടെയെല്ലാം മാതാവായി മാറിയൊരു അവിശ്വസനീയമായ യാത്രയായിരുന്നു സഫിയയുടേത്. അവരെവിടെ നിന്ന് വന്നു എന്നതിലല്ല, മറിച്ച് അവരുടെ ഹൃദയത്തിന്റെ നന്മ കൊണ്ടാണ് അവർ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത്. സഫിയയുടെ ഈ കഥ നമ്മളോടൊരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. മറ്റൊരാളെ അവരുടെ പശ്ചാത്തലത്തിന്റെ പേരിൽ അളക്കുന്നതിനു പകരം അവരുടെ ഉള്ളിലെ നന്മയെ, അവരുടെ ഹൃദയത്തെ കാണാൻ നമുക്കെങ്ങനെ കഴിയും? ഇതൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണല്ലേ?